പ്രിയമുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഈ വാർത്തകൾ കാണുന്ന കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ അറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനാണ് ഇങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ചത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം KSRTCയിലെ ബസ്സുകൾ വാങ്ങിയതിൽ വലിയ തട്ടിപ്പ് നടന്നു എന്ന മട്ടിലൊരു വാർത്ത പ്രചരിപ്പിച്ചു. അതിൻ്റെ സത്യാവസ്ഥ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. വ്യാജ വാർത്തകൾ ചമച്ച് പ്രചരിപ്പിക്കുന്നത് ഒരു മാധ്യമ ധാർമ്മികതയ്ക്ക് ചേർന്നല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് KSRTC ഒരേ ദിവസം 2 വിലയ്ക്കുള്ള വണ്ടി വാങ്ങിയെന്നാണ് ആ മാധ്യമപ്രവർത്തകൻ വാർത്തയിലൂടെ പ്രചരിപ്പിച്ചത്. അത് തെറ്റായ വാർത്തയാണ്. അദ്ദേഹം അതോടൊപ്പം ചില രേഖകൾ മാധ്യമത്തിലൂടെ ടിവിയിലൂടെ കാണിച്ചിരുന്നു. അത് തെറ്റായ രേഖകളാണ്. അത്തരത്തിലൊരു രേഖ KSRTCയിലില്ല. അദ്ദേഹം പറഞ്ഞ വിലയ്ക്ക് KSRTC ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് വണ്ടി വാങ്ങിയിട്ടില്ല. അദ്ദേഹം ഒരു വാർത്തയിൽ പറയുന്നത് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിക്കേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ അസത്യം ചെയ്യുന്ന ആളല്ല. അഴിമതി കിടക്കുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. എൻ്റെ രാഷ്ട്രീയ തുടക്കം മുതൽ കഴിഞ്ഞ 25 വർഷക്കാലം ഞാൻ എന്നും അഴിമതിക്കെതിരെ പോരാടിയിട്ടുണ്ട്. എൻ്റെ പോരാട്ടങ്ങൾ ശരിയാണ് എന്ന് കാലം തെളിയിച്ചിട്ടുമുണ്ട്. അപ്പം ഞാനൊരു മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭരണകാലത്ത് തെറ്റായ ഒരു നടപടി ഉണ്ടായി എന്ന് പറയുന്നത് എനിക്കും പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിൽപ്പെട്ട ഘടകകക്ഷികൾക്കും ലജ്ജാകരമായ കാര്യമാണ്. ഈ വാർത്ത അസത്യമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം. അതിൻ്റെ എല്ലാ രേഖകളും നിങ്ങളെ ഞാൻ കാണിക്കാം. KSRTC ഒരിക്കൽ പോലും ഈ പറയുന്ന 29 ലക്ഷം 2 തരം വണ്ടികളാണ് KSRTC പറ്റി പറയുന്നത്. ഈ വാർത്തയിൽ കാണിക്കുന്ന ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത് KL 15A 7977 എന്ന വണ്ടിയാണ്. അത് എയർ സസ്പെൻഷനോട് കൂടിയ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്. അതോടൊപ്പം അദ്ദേഹം വാർത്തയിൽ കാണിക്കുന്ന മറ്റൊരു വണ്ടി, ആ വണ്ടി അതേ ദിവസം വാങ്ങിയെന്ന് പറഞ്ഞ് കാണിക്കുന്ന വണ്ടിയാണ്. ആ വണ്ടിയുടെ വില എന്ന് പറയുന്നത് ഈ വാർത്തയിൽ പറയുന്നു 29,82,000 രൂപയ്ക്ക് ചേസിസ് വാങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷേ തികച്ചും അത് വ്യാജമാണ്. ആ വണ്ടിയുടെ KSRTC കൊടുത്തിരിക്കുന്ന വില 21,64,000 രൂപയാണ്. അതായത് 6-7 ലക്ഷം രൂപയോളം 8 ലക്ഷം രൂപയോളം ഈ ഒരൊറ്റ വണ്ടിയിൽ ഈ വാർത്ത ചെയ്ത ലേഖകൻ കൂട്ടിക്കാണിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു രേഖയുണ്ട് TV-യിൽ കാണിക്കുന്നത്. അത് KSRTCയുടെ ഔദ്യോഗിക രേഖയല്ല. ഈ രേഖയാണ് അദ്ദേഹം അതിൽ കാണിക്കുന്നത്. ഇത് ഔദ്യോഗിക രേഖയല്ല. ഈ രേഖയിൽ പറയുന്നത് തെറ്റാണ്. യഥാർത്ഥ കണക്കനുസരിച്ച് ഈ വണ്ടി വാങ്ങിയിരിക്കുന്നത് 21 രൂപയ്ക്കാണ്. ഈ എയർ സസ്പെൻഷനുള്ള വണ്ടി വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തത് KL 15A 2915 എന്നൊരു ബസ്സാണ് കാണിക്കുന്നത്. ആ ബസ് സ്പ്രിംഗ് സസ്പെൻഷനുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. അപ്പോൾ 2 തരം വണ്ടികളാണ്. സൂപ്പർ ഫാസ്റ്റിന് വേണ്ടി വാങ്ങിയത് എയർ ബസ്സും ഫാസ്റ്റ് പാസഞ്ചറിന് വേണ്ട സ്പ്രിംഗ് സസ്പെൻഷനാണ് വാങ്ങിയത്. അതിൻ്റെ വിലയായി ഇദ്ദേഹം കാണിച്ചിരിക്കുന്നത് 27,75,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വില, അതിനുവേണ്ടി KSRTC പേ ചെയ്ത പണം വെറും 20,62,000 രൂപയാണ്. അപ്പം അതിൽ തന്നെ അദ്ദേഹം ഏതാണ്ട് 7 ലക്ഷം രൂപയോളം കൂട്ടിക്കാണിക്കുകയും അതിലൂടെ KSRTCക്ക് 4 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് ഈ വാർത്തയിൽ ഈ ലേഖകൻ പ്രചരിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് ചില സോഷ്യൽ മീഡിയകൾ ഏറ്റെടുത്തുകൊണ്ട് എന്നെ വ്യക്തിപരമായി കരിവാരി തേക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കരിവാരി തേക്കാനും അഴിമതി നടത്തിയെന്ന് വരുത്തി തീർക്കാനും ഒരു ശ്രമം വൻതോതിൽ നടത്തുകയും അതിൻ്റെ പേരിൽ എനിക്കെന്തോ കാറ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ അത്തരത്തിലൊരു വ്യാജ പ്രചരണം ഒരു അറിയപ്പെടുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമത്തിലൂടെ ഒരു ലേഖനം ചെയ്യുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇത് അദ്ദേഹം TV-യിൽ കാണിച്ച സ്ക്രീൻഷോട്ടിൻ്റെ ഇതാണ്. ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ട് 27 ലക്ഷം രൂപയ്ക്ക്. ഇതെല്ലാം വ്യാജമാണ്. ഈ എഴുതി കാണിച്ചിരിക്കുന്ന ഈ കണക്കുകളെല്ലാം 27 ലക്ഷം രൂപ, 20,74,000 രൂപ, 593 രൂപ, 14 എണ്ണം ബസ്സുകളുടെ എണ്ണം. അതുപോലെ 27,98,000 രൂപയ്ക്ക് 30 ബസ്, 29 ലക്ഷം രൂപ, 30 ലക്ഷം രൂപയ്ക്കൊന്നും KSRTC വണ്ടി വാങ്ങിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഫിഗറില്ല. KSRTCയിൽ അങ്ങനെ ഫിഗറില്ല, അങ്ങനെ കൊടുത്തിട്ടുമില്ല. അത് എല്ലാവരും അത് വ്യക്തമായി മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ അത് കൃത്യമായി വാങ്ങിയിരിക്കുന്ന വില എന്ന് പറയുന്നത് KSRTC അതിനുശേഷം വാങ്ങിയ വണ്ടി 60 വണ്ടികൾ ആദ്യം വാങ്ങി. അപ്പോൾ GST 28%. അപ്പോൾ നമ്മൾ സ്വകാര്യ വ്യക്തികളും കാറ് വാങ്ങിക്കുമ്പോൾ അറിയാം 28% കേന്ദ്ര GST. ആ GSTയിൽ പെട്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ് അടുത്ത മാസങ്ങളിൽ ഒരു കുറവ് വരുത്തി. അത് 28% എന്നുള്ളത് 18% കുറവ്. അതിൻ്റെതായ ലാഭമുണ്ട്.
അപ്പോൾ ആ GST ഇനത്തിൽ 28% GST ഉയർന്ന സമയത്ത് 23,47,000 രൂപയ്ക്കാണ് വണ്ടി വാങ്ങിയത്, ഈ സൂപ്പർ ഫാസ്റ്റ് ബസ് വാങ്ങിയത്. 18% GST കുറഞ്ഞപ്പോൾ അതേ വണ്ടിക്ക് 21,64,000 രൂപയ്ക്ക് നമുക്ക് കിട്ടാൻ തുടങ്ങി. ഒരേ വണ്ടിയാണ്. പക്ഷേ എന്ത് പറ്റി, ആദ്യം 60 വണ്ടി വാങ്ങിച്ചു, സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് 60 വണ്ടി വാങ്ങിച്ചതുകൊണ്ട് രണ്ടാം ഘട്ടം വാങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കോൾ അടിച്ചു. അതിലൂടെ മാത്രം KSRTCക്ക് ഇദ്ദേഹം 4 കോടി നഷ്ടമെന്ന് പറയുന്നിടത്ത് 3,20,00,000 രൂപ ലാഭം ഉണ്ടായിരുന്നു. ഈ 2 ഘട്ടമായി വാങ്ങിച്ചപ്പോൾ 28% നിന്നും 18% വാങ്ങുമ്പോൾ ആ വ്യത്യാസത്തിൽ തന്നെ KSRTCക്ക് 3 കോടി രൂപ ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്, നഷ്ടമല്ല, ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെ വ്യാജ വാർത്ത ചമയ്ക്കുകയും ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി എടുക്കുകയും ചെയ്തു. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇതിനകത്ത് 3,07,967 രൂപ 80 പൈസ KSRTCക്ക് ഈ 2 പർച്ചേസിനിടയിൽ ലാഭമുണ്ട്. ഇദ്ദേഹം ഈ പറയുന്ന വിലയ്ക്ക് KSRTC വണ്ടി വാങ്ങിയിട്ടില്ല, 29 ലക്ഷം രൂപയ്ക്കും വണ്ടി വാങ്ങിച്ചിട്ടില്ല. അത് തെറ്റാണ്. KSRTC 28% ഉള്ള സമയത്തും KSRTC വണ്ടി വാങ്ങിച്ചിരിക്കുന്നത് 23,47,458 രൂപയ്ക്കാണ്. അത് സൂപ്പർ ഫാസ്റ്റ് ബസ്, എയർ സസ്പെൻഷനുള്ള വണ്ടി. മറ്റേ വണ്ടി സ്പ്രിംഗ് ലൈറ്റ് ഉള്ള വണ്ടി വാങ്ങിച്ചിരിക്കുന്നത് ഇദ്ദേഹം പറയുന്നു 27,74,593 രൂപയ്ക്ക് വാങ്ങിയെന്നാണ്. തെറ്റായ വാർത്തയാണ്. അന്ന് 22,37,000 രൂപയ്ക്കാണ് വണ്ടി വാങ്ങിയത്. ഈ വണ്ടി 18% GST ആയി കുറഞ്ഞപ്പോൾ ആദ്യത്തെ വണ്ടിക്ക് 21,64,063 രൂപ 36 പൈസയാണ് ബില്ല് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് ഓർഡിനറി ബസ്സിന് ഈ 18% കുറഞ്ഞപ്പോൾ 20,62,659 രൂപ 56 രൂപ 52 പൈസയാണ് വന്നിരിക്കുന്നത്. ഈ രണ്ടിലും വ്യത്യാസം എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റിൻ്റെ പുറത്ത് ഈ GST വ്യത്യാസത്തിൽ 1,83,395 രൂപ 70 പൈസയും, ഓർഡിനറി സ്പ്രിംഗ് ലൈറ്റ് ഉള്ള ബസ്സിൽ ഫാസ്റ്റ് പാസഞ്ചറിൽ 1,74,801.40 ഇതാണ് വ്യത്യാസം. ആ വ്യത്യാസത്തോടുകൂടി മാത്രം KSRTCക്ക് ആ പർച്ചേസിൽ 3,06,07,067 രൂപ 38 പൈസ 80 പൈസ ലാഭമുണ്ടായിരുന്നു. ഇത് തെറ്റായ വാർത്തയാണ്. ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് എടുത്ത് കാണിക്കുന്നത്? അദ്ദേഹം കാണിക്കുന്നുണ്ട് എന്താ, 2 പേന, ഒന്ന് റിനോൾഡിൻ്റെ പേനയും ഒന്ന് പാർക്കറിൻ്റെ പേനയും. റിനോൾഡിൻ്റെ പേനയും പാർക്കറിൻ്റെ പേനയും വെച്ചാണ് ഉദാഹരണം. ഈ മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ പേന കൊടുക്കുന്നതേ അസത്യത്തിനെതിരെയും അഴിമതിക്കെതിരെയും പോരാടാനുള്ള ആയുധമായിട്ടാണ്, അല്ലാതെ ആളെ കളിപ്പിക്കാനുള്ള ആയുധമായിട്ടല്ല. എൻ്റെ പോക്കറ്റിൽ 2 പേനയുണ്ട്, 2 പേനയും മഞ്ഞ കളറാണ്. ഇത് ഡോട്ട് പെന്നാണ്, ഇതിന് വില കുറവാണ്. ഇത് ഫൗണ്ടൻ പെന്നാണ്, ഇതിന് വില കൂടുതലാണ്. ഈ പേനകൾ തമ്മിൽ 10,000-3,000 രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ മഷി ഒഴിക്കുന്ന പേനയ്ക്ക് വില കൂടുതലാണ്. അന്ന് ആ ലേഖകൻ മനസ്സിലാക്കേണ്ടത് ഈ എയർ ബസ് പിന്നെ എയർ സബ്സ്റ്റിറ്റ്യൂഷനുള്ള ബസ്സും ഓർഡിനറി ബസ്സും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പേന കാണിച്ചതുകൊണ്ട് ഞാൻ പേന കാണിക്കാം. 2 മഞ്ഞ പേനയാണ്, 2നും വില വ്യത്യാസമുണ്ട്. ഇതുമായിട്ട് 10,000 രൂപയുടെ വ്യത്യാസമുണ്ട്. മഷി ഒഴിക്കുന്ന പേനയ്ക്ക് വില കൂടുതലും ഡോട്ട് പെന്നിനും വില കുറവുമാണ്. അപ്പോൾ റിനോൾഡിൻ്റെ പേനയും പാർക്കറുടെ പേനയും കൂടെ കാണിച്ച് വെച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി അത് നല്ലതല്ല എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി വളരെ വ്യക്തമായ തെളിവാണ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പേന എടുത്ത് കാണിച്ചാണ് ഉദാഹരണം, പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി, സാധാരണക്കാരായ പ്രേക്ഷകരെ കബളിപ്പിക്കാൻ വേണ്ടി ഒരു പേന എടുത്ത് ഉദാഹരണം, പേന എടുത്ത് തന്നെ ഞാനും ഉദാഹരണം പറഞ്ഞു. പേന 2 പേനയും തമ്മിലുള്ള വില വ്യത്യാസമാണ്. മഷി ഒഴിക്കുന്ന പേനയ്ക്ക് വില കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. വ്യാജ വാർത്തകൾ കൊടുക്കുക. ഈ രേഖ ഇത് സർക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വയ്ക്കണം. വിജിലൻസോ CBIയോ ആര് വേണോ അന്വേഷിക്കണം. കാരണം ഈ വ്യാജരേഖ ചമച്ചത്, ഈ ലേഖകൻ ചമച്ച ഈ വ്യാജരേഖ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്കറിയാം. ഇത് KSRTCയുടെ പേപ്പറല്ല, KSRTCയുടെ കണക്കല്ല. ഇത് ചമച്ചു കൊടുത്ത ഉദ്യോഗസ്ഥനാര് എന്നെങ്കിലും ഈ ലേഖകൻ പുറത്ത് വെളിപ്പെടുത്തണം. കാരണം തന്നെ പറ്റിച്ചതാരാണെന്ന സത്യസന്ധത പ്രകടിപ്പിക്കാനുള്ളൊരു ധാർമ്മിക മൂല്യം ഈ ലേഖകൻ കാണിക്കണം. അല്ലെങ്കിൽ ആ ഒരു ധാർമ്മികതയല്ല. കാരണം അദ്ദേഹത്തെ കബളിച്ചാണെങ്കിൽ അദ്ദേഹം അത് പറയണം, എന്നെ ഇന്ന ആൾ കബളിപ്പിച്ചതാണ്, ഇന്ന രീതിയിൽ രേഖ ഇന്നയാൾ തന്നു എന്ന് അറിയിക്കണം. മാത്രമല്ല ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. CBI വരുന്ന അന്വേഷിക്കുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ ഞാൻ ആരുടെയും നിന്നും കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്നതല്ല, എൻ്റെ ഗതികേട് എനിക്കില്ല. ഞാൻ സിനിമയിൽ അഭിനയിച്ച് ജീവിച്ചവനാണ്, എൻ്റെ വീട്ടിൽ ഇച്ചിരി സാമ്പത്തികം ഉള്ളവനാണ്, എനിക്ക് ജീവിക്കാനുണ്ട്. കുറേ സോഷ്യൽ മീഡിയക്കാരെ ഇറക്കാൻ ഇത് പറഞ്ഞ് അവരെ ഇളക്കി വിട്ട്, മറ്റ് മാധ്യമങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല, അവരെ ഇളക്കി വിട്ടിട്ട് അവരെന്ത് അനാവശ്യവും പറയാം. സോഷ്യൽ മീഡിയയിൽ അനാവശ്യം പറഞ്ഞവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും തന്നെ സമീപിക്കും. ഇതിലൊരു അന്വേഷണം വേണം. ഈ ലേഖകന് ഇതെവിടെ നിന്ന് കിട്ടി? വാങ്ങാത്ത വില, KSRTC ഒരിക്കലും വാങ്ങാത്ത വില, ഒരിക്കലും കൊടുക്കാത്ത വില, ആ വിലയ്ക്ക് ഒരു കള്ളക്കണക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ആ ലേഖകൻ ജനങ്ങളോട് പറയണം.
അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറയണം. ഇതിലൊരു അന്വേഷണം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചത്. എന്നെ സംബന്ധിച്ച് എന്നെക്കുറിച്ച് പറയുന്ന വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടി പറയുന്ന ആളല്ല. പക്ഷേ ഇത് ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്. 10 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കളങ്കം ചാർത്തുന്ന ഒരു കാര്യമായതുകൊണ്ടും രാഷ്ട്രീയപരമായി ഇത് കാണുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഒരു അന്വേഷണം വേണം എന്നാവശ്യപ്പെടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് അഴിമതി നടന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഇത് മാത്രമല്ല, ബസ് വാങ്ങുമ്പോൾ അത് വാങ്ങുന്നത് KSRTCയുടെ ബോർഡിൻ്റെ തീരുമാനപ്രകാരമാണ് ബസ് വാങ്ങാനുള്ള ഓർഡർ കൊടുക്കുന്നത്. അറിഞ്ഞുകൂടെങ്കിൽ പറഞ്ഞു തന്നവരോട് ചോദിക്കുക. KSRTCയുടെ ബോർഡ് യോഗത്തിൽ മന്ത്രിക്ക് ഒരു കാര്യവുമില്ല. KSRTCയുടെ CMD, ഫൈനാൻസ് ഓഫീസർ, അഡീഷണൽ സെക്രട്ടറി ഫൈനാൻസ്, പിന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു, ഇവരെല്ലാം ഉൾപ്പെടുന്നതാണ് KSRTCയുടെ ബോർഡ്. ആ ബോർഡാണ് ഇത്ര വണ്ടി വാങ്ങണം. പിന്നെ KSRTCയിൽ ടെൻഡർ വിളിക്കാതെ വണ്ടി വാങ്ങാൻ പറ്റില്ല. ആര് വിചാരിച്ചാലും വാങ്ങാൻ പറ്റില്ല. ടെൻഡർ വിളിക്കണം. ഒരു വണ്ടിയെ വാങ്ങുന്നുള്ളെങ്കിലും ടെൻഡർ വിളിക്കണം. അല്ലെങ്കിൽ കാറോ മറ്റോ ആണ്, ജീപ്പോ ആണോ വാങ്ങുന്നതെങ്കിൽ അവർക്ക് സർക്കാർ ഉത്തരവ് പറയാൻ ജമ്മിൽ കയറി വാങ്ങാം, ടാക്സ് ഇല്ലാതെ ജമ്മിൽ കയറി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വാങ്ങുന്ന പോലെ KSRTC വാങ്ങാം. പക്ഷേ ടെൻഡർ വിളിക്കാതെ KSRTCക്ക് വണ്ടി വാങ്ങാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കണം. ടെൻഡർ വിളിച്ച് അത് ലോവസ്റ്റ് ടെൻഡറായി വന്നതിന് ശേഷം അവരൊരു നെഗോസിയേഷൻ ഉണ്ട്. ഇനി എന്ത് കുറയ്ക്കും? ആ നെഗോസിയേഷൻ കഴിഞ്ഞ് പൈസ കുറഞ്ഞതിന് ശേഷം മാത്രമേ KSRTC വണ്ടി പർച്ചേസ് ചെയ്യും. ഈ പർച്ചേസ് ചെയ്യുന്ന ഓർഡർ എന്ന് പറയുന്നത് KSRTCയുടെ CMDO ഉദ്യോഗസ്ഥരല്ല കൊടുക്കുന്നത്, KSRTCയുടെ ഡയറക്ടർ ബോർഡാണ് കൊടുക്കുന്നത്. ആ ഡയറക്ടർ ബോർഡിൽ ഇത്ര വ്യക്തികളുണ്ട്. ഇവരെ എല്ലാം കബളിപ്പിച്ചിട്ട് കൂടിയ വിലയ്ക്ക് വണ്ടി വാങ്ങാൻ പറ്റില്ല. ഇന്ത്യയിൽ മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് KSRTCക്ക് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, തമിഴ്നാട് ട്രാൻസ്പോർട്ടിനും അങ്ങനെയാണ്, വില കുറച്ചാണ് വണ്ടി കിട്ടുന്നത്. കാരണം ഇവർ വാങ്ങുന്നത് 1-2 വണ്ടിയല്ല, 60 വണ്ടി, 200 വണ്ടി. ഇപ്പം 100 വണ്ടി, ഉദാഹരണം പറയാം, 100 വണ്ടിക്ക് ഒരു ടെൻഡർ വിളിക്കാം. 15 വണ്ടിയും കൂടി ആ വിലയ്ക്ക് വാങ്ങാം. 15%. അത് കഴിഞ്ഞാൽ പിന്നെ ടെൻഡർ വിളിച്ച് പറ്റും. അപ്പോൾ 100 വണ്ടിക്ക് ടെൻഡർ ചെയ്താൽ വേണമെങ്കിൽ 115 വണ്ടി വാങ്ങാം. അതിൽ കൂടുതൽ വണ്ടി വാങ്ങണമെങ്കിൽ വീണ്ടും ടെൻഡർ ചെയ്യണം. ടെൻഡറിൽ ആരാണോ ലോവസ്റ്റ് വരുന്നത് അവർക്ക് മാത്രമേ ടെൻഡർ കൊടുക്കാൻ പറ്റൂ. പിന്നെ ഏതോ ഒരു സോഷ്യൽ മീഡിയക്കാരൻ പറഞ്ഞ് ഞാനൊരു വണ്ടി സംഭാവനയായിട്ട് എനിക്ക് കിട്ടിയെന്ന്. സംഭാവനയ്ക്കുള്ള മോഹമൊന്നും ഇതിനകത്തില്ല. സംഭാവന വാങ്ങിക്കുന്ന ആളുമല്ല. ഞാനൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ടാറ്റ സിയാറ വണ്ടി എനിക്കാണ് തന്നത്. ഞാൻ കാശ് കൊടുത്താണ് വാങ്ങിച്ചത്. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിൻ്റെ കടലാസാണ്. ഫെഡറൽ ബാങ്കിൽ നിന്ന് ഞാൻ ലോൺ എടുക്കുകയും ഇത് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ബാങ്കിലെ കമ്പനിക്ക് പൈസ കൊടുക്കുകയും ചെയ്തതിൻ്റെ രേഖയാണ് കാണുന്നത്. ഗണേഷ് കുമാറിന് അത്രയും ഗതികേടൊന്നും വന്നില്ല. ആ ഗതികേട് വന്നിരുന്നെങ്കിൽ ഇതിനു മുമ്പ് രാഷ്ട്രീയം മതിയാക്കിയാണ്. ഇനി രാഷ്ട്രീയം മതിയാക്കത്തില്ല. കാരണം അഴിമതി നടത്തി ജീവിക്കേണ്ട ഗതികേട് വരുന്ന ദിവസം രാഷ്ട്രീയം മതിയാക്കുമെന്ന് 20 കൊല്ലം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു മാറ്റവുമില്ല. എനിക്ക് കാറ് വാങ്ങിക്കണമെങ്കിൽ എൻ്റെ കാശ് ഞാൻ അധ്വാനിച്ച് സിനിമ അഭിനയിച്ചിരിക്കുന്നത്, എനിക്ക് വേറെ വരുമാനമുള്ള ആളാണ്, ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളാണ്. ഞാൻ ലോണും എടുത്തിട്ടുണ്ട്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ രേഖകളാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം, നിങ്ങൾ പരിശോധിച്ചു. ഞാൻ ലോണും എടുത്തിട്ടുണ്ട്. എനിക്ക് ആ കമ്പനിക്കാർ ഒരു സാധാരണ ഒരു വണ്ടി വാങ്ങിച്ചാൽ, ഒരു മാരുതി കാർ വാങ്ങിച്ചാൽ അവർ മാറ്റെങ്കിലും ഇട്ട് തരും. എനിക്ക് ആ മാറ്റം പോലും ഇട്ട് തന്നില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല, അവർ തന്നതുമില്ല. ഒരു ഡിസ്കൗണ്ടും, വണ്ടിക്ക് ഒരു ഡിസ്കൗണ്ട് തന്നിട്ടില്ല. സാറിന് ഇപ്പോൾ നിങ്ങളെല്ലാം കാർ വാങ്ങിക്കാൻ പോയാൽ, ഒരു ബൈക്ക് വാങ്ങിക്കാൻ പോയാൽ കമ്പനിക്കാരന് ഒരു 10,000 രൂപ ഡിസ്കൗണ്ടെങ്കിലും നിങ്ങൾക്ക് തരും. എനിക്ക് അതും തന്നിട്ടില്ല. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചാണ്. ഞാൻ അന്തസ്സായിട്ട് ഞാൻ താമസിക്കുന്ന വീട്, ഞാൻ താമസിക്കുന്ന ഉപയോഗിക്കുന്ന കാറ് എൻ്റേതായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇതെൻ്റെയും കൂടെ ആണല്ലോ എന്ന് വേറെ ആൾ പറയുന്നത് എനിക്ക് അപമാനമാണ്. അതുകൊണ്ട് വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും മിണ്ടാറില്ല. പക്ഷേ എൻ്റെ പാർട്ടി നേതാക്കൾക്കും ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കൾക്കും ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിലൊരു തെറ്റായ നടപടി നടന്നിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഏതൊരു അന്വേഷണവും CBI അന്വേഷണമാണെങ്കിലും നേരിടാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ഒരു പ്രശ്നം. ഞാൻ എന്നാലും KSRTC മുഴുവൻ പരിശോധിക്കണം. ഞാൻ KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിരുന്ന കാലത്ത് അവരെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച പറ്റിയിട്ടില്ല. പിന്നെ ഈ പറയുന്ന കണക്ക് വണ്ടി വാങ്ങിച്ചാൽ കമ്മീഷൻ കിട്ടും. വണ്ടിയുടെ വില തന്നെ വളരെ തുച്ഛമാണ്. ഈ ഒരു ചേസിൻ്റെ പുറത്ത് കമ്പനി കിട്ടുന്ന മാർജിൻ തന്നെ തുച്ഛമാണ്. അതിൽ നിന്ന് ഒരു വണ്ടി 10-25 ലക്ഷം രൂപ വരെയുള്ള വണ്ടി വാങ്ങിക്കാൻ കിട്ടും എന്നൊക്കെ പറയുന്ന മണ്ടത്തരങ്ങൾ. ഇനി ഇതൊക്കെ നിർത്തുക. ഇത്തരം ചീപ്പായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർത്തുക. ഈ പേന എടുത്ത് കാണിച്ചുള്ള പരിപാടിയും കൊണ്ടില്ല. പേന ഞാനും കാണിച്ചല്ലോ, 2 പേന. ഇത് മഷി പിടിക്കുന്ന പേന, ഇത് ഡോട്ട് പെൻ. ഇത് തമ്മിൽ വെച്ചാൽ റിനോൾഡിൻ്റെ ഒരു പേനയും പാർക്കറിൻ്റെ ഒരു പേനയും കൂടെ അല്ല ഞാൻ കാണിക്കുന്നത്. 1.5 രൂപ 10 രൂപയ്ക്ക് കിട്ടുന്ന റിനോൾഡിൻ്റെ പേനയും പാർക്കറിൻ്റെ പേനയോടെ കാണിച്ച് ഈ പേനകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അന്തസ്സായ താരതമ്യം. പേന ഒരു ജേർണലിസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് അഴിമതിക്കെതിരെ സത്യത്തിന് വേണ്ടി, ഒരു രാജ്യത്തിൻ്റെ മതേതരത്തിന് വേണ്ടി പോരാടാനാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ വ്യാജ വാർത്ത ഉണ്ടാക്കുമ്പോൾ ഇതെടുത്ത് ഉദാഹരണം കാണിക്കാനല്ല പേനയ്ക്ക് ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ കാര്യത്തിൽ നിങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. ഏത് രേഖകളും പരിശോധിക്കാം. നിങ്ങൾക്ക് വിവരാവകാശ പ്രകാരം KSRTCയിൽ അപേക്ഷിക്കാം. ഓരോ മാധ്യമ സുഹൃത്തുക്കൾക്കും പൊതുജനങ്ങൾക്കും
ഇതുപോലെ ഒരു രേഖ, ഈ ലേഖനം കിട്ടിയ ഒരു രേഖ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നമുക്കപ്പോൾ ആലോചിക്കാം. KSRTC ഒരിക്കൽ പോലും വാങ്ങാത്ത വില 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപ ഒരു വണ്ടിയുടെ ചേസിൻ്റെ പുറത്ത് വർദ്ധിപ്പിച്ച് കാണിച്ചുകൊണ്ട് കേരളത്തിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു മാധ്യമത്തിനും അവിടുത്തെ എഡിറ്റർമാരെയും തെറ്റിദ്ധരിപ്പിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. ചാനലിന് ചീത്തപ്പേരുണ്ടാവും. നമ്മൾ അത് പറയുന്ന ആൾ കൊണ്ടുവരുന്ന വാർത്തകൾ ഇടുന്നതിന് മുമ്പ് എഡിറ്റർമാരും ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. ഇതിനകത്ത് വല്ല മാസം വേറെ ഒരു ചാനലും എടുത്തില്ല, കുറച്ച് സോഷ്യൽ മീഡിയക്കാരെടുത്ത്. അതെന്താ? രാഷ്ട്രീയ വിരോധം. ഞാനെന്താ തോറ്റിട്ടങ്ങ് ഓടിപ്പോകുന്നതായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോക്കുകയും ചെയ്യുന്ന ആദ്യമായിട്ടൊന്നുമല്ല. ഇവിടെ എല്ലാ മഹാന്മാർ, ഇന്ദിരാഗാന്ധി വരെ തോറ്റിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റത് രാഷ്ട്രീയപരമായിട്ടല്ല, വർഗീയ ശക്തികളുമായി UDF ഉണ്ടാക്കിയ അവിശുദ്ധമായ ഡീലിൻ്റെ ഭാഗമാണ്. ഇവിടെ UDFും LDFും തമ്മിൽ ഡീൽ ചെയ്തു, LDFും BJPയും തമ്മിൽ ഡീൽ ചെയ്തു എന്നാണ് പ്രചരിപ്പിച്ചത്. പക്ഷേ യഥാർത്ഥ ഡീൽ നടന്നത് കോൺഗ്രസും UDFും BJPയും തമ്മിലായിരുന്നു. പത്തനാപുരം നിയമമണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റത് 14,000 വോട്ടിന്. അന്ന് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു, UDF സ്ഥാനാർത്ഥിയായിരുന്നു. ഈ പ്രാവശ്യം BJPയുടെ സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹം 8,000 വോട്ടിന് ജയിച്ചു. അത്ഭുതപ്പെടാനുള്ള ഇത് കണക്കാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കണക്കാണ്. കാരണം ഡീല് നടന്നത് BJPയും UDFും തമ്മിലാണ്. കഴക്കൂട്ടത്ത് നടന്ന ഡീല്, നേമത്ത് നടന്ന ഡീല്, അവിടെയെല്ലാം LDF 2ാം സ്ഥാനത്തുണ്ട്. ചാത്തന്നൂർ നടന്ന ഡീല്. അപ്പോൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കൊടുക്കുമ്പോൾ തന്നെ പരാജയം കോൺഗ്രസ് സമ്മതിച്ചിട്ടാണ് ഡീൽ നടത്തിയത്. പത്തനാപുരത്തെ ഡീല് വളരെ വ്യക്തമാണ്. പത്തനാപുരം അസംബ്ലി മണ്ഡലത്തിൽ 2021 LDFന് 14,336 ലീഡുണ്ടായിരുന്നു. അന്ന് BJP നേടിയത് 12,398 വോട്ടാണ് 2021. 2024 തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ച ഇലക്ഷനിൽ BJP നേടിയത് 17,261 വോട്ടാണ്. അന്ന് BDJS സ്ഥാനാർത്ഥിയാണ്, അതായത് BJPയുടെ ഘടകകക്ഷിയായ BDJSൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. അന്ന് അദ്ദേഹം നേടിയത് 17,261 വോട്ടാണ്. പക്ഷേ 2026 അസംബ്ലി ഇലക്ഷനിൽ LDF സ്ഥാനാർത്ഥിക്ക് 60,000 വോട്ടുണ്ട്. എന്നെ വിശ്വസിച്ചവർ 60,000 പേരുണ്ട്. പക്ഷേ BJPക്ക് അവിടെ കിട്ടിയ വോട്ട്, ഭീമൻ രഘു മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ 14,000 വോട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് BJP സ്ഥാനാർത്ഥിയായിട്ട്, താമര ചിഹ്നത്തിൽ. ഇപ്പം മത്സരിച്ചത് 2020യുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് 7,031 വോട്ട്. 7,031 വോട്ടാണ് BJP കിട്ടിയത്. ഇപ്പോൾ എവിടെ പോയി ഈ വോട്ടെല്ലാം? 17,261 വോട്ട് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ കിട്ടിയ BDJS സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥിയല്ല, താമരയല്ല ചിഹ്നം. അതിനു മുമ്പ് താമരയാണ്. 2021 അസംബ്ലി ഇലക്ഷനിൽ താമര ചിഹ്നത്തിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥി കിട്ടിയത് 12,398 വോട്ട്. ഈ 12,398 വോട്ട് അല്ലെങ്കിൽ ഭീമൻ രഘു പിടിച്ച 14,000 വോട്ട് പിടിച്ചിരുന്നുവെങ്കിൽ ഞാൻ ജയിച്ചേനെ. ആരുടെ വോട്ടാണ്? എവിടെ പോയി? 7,031 വോട്ട് ഫുള്ളു BJP സ്ഥാനാർത്ഥിക്ക് പത്തനാപുരത്ത്. കഴിഞ്ഞ അസംബ്ലി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 28,000 വോട്ടാണ് BJP പത്തനാപുരം നിയമമണ്ഡലത്തിൽ പിടിച്ചിരിക്കുന്നത്. അതെവിടെ പോയി? അത് 7,031 എങ്ങനെ വന്നു? ഡീലാണ്, വളരെ ക്ലീൻ ആയിട്ടുള്ള ഡീലാണ്. ഞാൻ തോറ്റത് മതേതര വിശ്വാസികളോട് നിന്നതുകൊണ്ടാണ്, ഞാൻ ന്യൂനപക്ഷങ്ങളോടൊപ്പം നിന്നതുകൊണ്ടാണ്. ഞാൻ ഹിന്ദു വിരോധിയാണെന്ന് പ്രചരിപ്പിച്ച് BJPയുടെ വോട്ട് മറിച്ചു കൊടുത്തിട്ടാണ് എന്നെ തോൽപ്പിച്ചത്. അതുകൊണ്ട് അതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നില്ല, അത് വിജയമായിട്ടാണ് കാണുന്നത്. കാരണം എൻ്റെ പാർട്ടിയും ഞാനും എൻ്റെ മുന്നണിയും സ്വീകരിച്ചിട്ടുള്ള മതേതര നിലപാട്, മതന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കുന്ന മതേതര നിലപാട്, ആ നിലപാടിൻ്റെ പേരിൽ തോറ്റെങ്കിൽ അതൊരു വിജയമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തോൽവി ഒരു വോട്ടിനായാലും തോൽവി തന്നെ, പക്ഷേ അതൊരു വിജയമാണ്, ധാർമ്മികമായ വിജയമാണ്. കാരണം അതിനകത്ത് മതേതര നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് BJP എനിക്കെതിരെ, വർഗീയ ശക്തികൾ എനിക്കെതിരെ വോട്ട് മറിച്ചു കൊടുക്കുകയും ഞാൻ തോൽക്കുകയും ചെയ്തു. കാരണം ഒരു ഉദാഹരണം പറയാം. പട്ടാഴി ബ്ലോക്ക് പഞ്ചായത്തിലെ 8 വാർഡുകൾ ഉൾപ്പെടുന്ന ഒരു വാർഡിൽ BJP സ്ഥാനാർത്ഥി കഴിഞ്ഞ പഞ്ചായത്തിൽ നേടിയത് 2,500 വോട്ടാണ്. ഒരു സ്ഥലത്ത് ആ പഞ്ചായത്തിൽ ഈ അസംബ്ലി ഇലക്ഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് വോട്ട്, ആ ബ്ലോക്ക് പഞ്ചായത്തിലാണ് 2,500 വോട്ട് പിടിച്ചത്. 14 വാർഡുകളുള്ള ആ പഞ്ചായത്തിൽ ഈ അസംബ്ലി ഇലക്ഷനിൽ BJP പിടിച്ചത് 300 വോട്ടാണ്. മൊത്തം പഞ്ചായത്തിൽ 300 വോട്ടേ ഉള്ളൂ. BJPയിൽ അടിയടക്കാണ്. BJP വോട്ട് കച്ചവടം നടത്തി. രാജീവ് ചന്ദ്രശേഖരൻ ഇക്കാര്യം അന്വേഷിക്കണം. കാരണം കാശ് കൊടുത്താൽ കൊടുക്കുന്നതാണ് BJPയുടെ വോട്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. പണം കൊടുത്തിട്ട് 5 നേതാക്കൾക്ക് 5 ലക്ഷം രൂപ വെച്ച് കൊടുത്ത് വിലയ്ക്ക് വാങ്ങുകയായിരുന്നു വോട്ട്. ഇത് വളരെ വ്യക്തമാണ് ഈ കണക്ക്. ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ നിന്ന് എടുത്ത കണക്കാണ് ഞാൻ പറയുന്നത്. വെറും 7,031 വോട്ടിലേക്ക് BJP താഴ്ന്നു പോകണമെങ്കിൽ ഇത് ഡീലാണ്. UDFും BJPയും തമ്മിൽ ഡീൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. അല്ലാതെ ഞാൻ ജനങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു?
പട്ടാഴി വടക്കേര 4 വാർഡിൽ, പട്ടാഴി വടക്കേക്കരൊന്ന് പഞ്ചായത്തിൽ 4 വാർഡിൽ BJP സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ വാർഡ് മെമ്പർമാരുണ്ട് 4 പേര്. അവിടെ 300 താഴെ വോട്ടാണ് BJPക്കുള്ളത് ഈ ഇലക്ഷനിൽ. അതെ, 300 വോട്ടിന് ജയിച്ച വാർഡിൽ BJP സ്ഥാനാർത്ഥി 300 വോട്ടിന് ജയിച്ച വാർഡിൽ, അതെ, BJP മണ്ഡലം പ്രസിഡന്റിന്റെ ബൂത്തിൽ 21 വോട്ടേ ഉള്ളൂ. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എടുക്കാം. വെട്ടിക്കവല ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കഴിഞ്ഞ ഇലക്ഷനിൽ BJP നേടിയത് 5776 വോട്ടാണ്. തലവൂർ ഡിവിഷനിൽ 6723 വോട്ടാണ്. എത്രയായി? ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയാണ് BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിച്ച ആൾ. പിന്നെ 16 ഡിവിഷനിൽ 7332 വോട്ട്, 19881 വോട്ട്, 3 പഞ്ചായത്ത് 3 ഡിവിഷനിലായിട്ട് 20,000 വോട്ട് BJP പിടിച്ചെടുത്ത് BJPക്ക് 7000 വോട്ടേ ഉള്ളൂ എന്ന് പറയുമ്പം അതെങ്ങോട്ട് പോയി, ആര് വാങ്ങിച്ചു, ആർക്ക് കൊടുത്തു, ആരെ ജയിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയാണ്. അതുകൊണ്ട് തോറ്റു എന്നുള്ളത് സാങ്കേതികമായി ശരിയാണ്, പക്ഷേ ധാർമ്മികമായി തോറ്റിട്ടില്ല. കാരണം മതേതര നിലപാടെടുത്തതുകൊണ്ട് ഗണേഷ് കുമാർ ഒരു ഹിന്ദു വിരോധിയാണെന്ന് പ്രചരിപ്പിച്ച് ഗണേഷ് കുമാറിനെ എതിരെ വോട്ട് ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ പത്തനാപുരത്ത് കോൺഗ്രസ് BJP MLA ഉള്ളത്. UDF BJP MLA ആണ്. പഴയ പറയുന്ന ഇതുണ്ടല്ലോ, മറ്റേ കോലീബി സഖ്യം എന്ന് പറയില്ലേ, ആ സഖ്യത്തിൻ്റെ MLA ആണ് ഇപ്പോൾ പത്തനാപുരത്തുള്ളത്. BJPക്ക് സന്തോഷിക്കാം, BJPക്ക് 3 MLA അല്ല 4 MLA ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഞാനിപ്പോൾ നിരത്തിയത്. ഇത് ഇലക്ഷൻ കമ്മീഷൻ കണക്കാണ്, പൊട്ടക്കണക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊണ്ടുവന്നതല്ല. ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ നിന്ന് എടുത്ത കണക്കാണ്. നിങ്ങൾക്കും പരിശോധിക്കാം, അതിൻ്റെ കോപ്പി വേണമെങ്കിൽ ഞാൻ തരാം, പരിശോധിച്ചു. ഇതാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയം ഇതാണ്. ഓ ആ അതെ, അതെ. അല്ല, അത് നിങ്ങൾ എവിടെ കണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ വരത്തില്ല. KSRTC എന്ത് കൊടുത്തു എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. ഒരു കാരണത്തിന് ബില്ല് എഴുതി തരും. അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നല്ല. നിങ്ങൾ KSRTCയുടെ കണക്കുണ്ടോ? KSRTC വിവരാവകാശ രേഖയുണ്ടോ? KSRTC ആ സ്പ്രിംഗ് പ്ലേറ്റുള്ള ബില്ല് കാണിക്കും. ബില്ല് കാണട്ടെ, ബില്ല് കാണട്ടെ. നിങ്ങൾ KSRTCയുടെ ബില്ല് കാണിക്കണം. നിങ്ങൾ അങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. KSRTCയുടെ ബില്ല് കാണിക്കൂ. KSRTC ഈ വിലയ്ക്ക് വണ്ടി വാങ്ങിയിട്ടില്ല. ഈ പരിവാഹൻ സൈറ്റിൽ നിന്ന് എടുത്ത് വാർത്തയെന്ന് ഇപ്പോഴാണ് നിങ്ങൾ പറയുന്നത്. വേറെ പരിവാഹൻ സൈറ്റിൽ നിന്നാണ് കിട്ടിയത് നിങ്ങൾ ഇപ്പോൾ പറയുന്നു. KSRTCയുടെ രേഖയായിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് കൊണ്ട് കാണിച്ചിരിക്കുന്നത് KSRTCയുടെ രേഖയായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ആ പരിവാഹൻ സൈറ്റിലാണത്. ഇത് പരിവാഹൻ സൈറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടാണോ? ഇത് പരിവാഹൻ സൈറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടാണോ? ആ ആ KSRTCക്ക് ആ വിലയ്ക്ക് അല്ല, കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയെന്ന ബില്ല് കാണിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പറയും? ആ അതെന്തോ 4 വില? ആ അങ്ങനെ ഒരു വിലയ്ക്ക് വണ്ടി വാങ്ങിച്ചിട്ടില്ല KSRTC. അങ്ങനെ വിലയ്ക്ക് KSRTC വണ്ടി വാങ്ങിച്ചിട്ടില്ല. അതെങ്ങനെ അവരോട് ചോദിക്കും? അത് അവരോട് ചോദിക്കും. KSRTC ഈ വിലയ്ക്ക് വണ്ടി വാങ്ങിച്ചിട്ടില്ല. KSRTC ഈ വിലയ്ക്ക് വണ്ടി വാങ്ങിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. CBI വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? പരിവാഹൻ സൈറ്റിലാണ് നിങ്ങൾ കണ്ടതെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ളതാണ്, അവിടെ അന്വേഷിക്കണം. KSRTC അല്ല, ഡീലർ, അത് ഡീലറോട് ചോദിക്കണം. KSRTCക്ക് തന്ന ബില്ല് മന്ത്രിയാണോ വണ്ടി വാങ്ങിക്കുന്നത്? അല്ലല്ലോ, അതും ചോദിക്കാമല്ലോ. മന്ത്രി അല്ലല്ലോ വണ്ടി വാങ്ങിക്കുന്നത്. മന്ത്രി പറയുന്ന വെച്ചാൽ മന്ത്രിയാണ് അപമാനിക്കുന്നത്. നിങ്ങൾ മന്ത്രിയാണ് അപമാനിക്കുന്നത്. ആണാണ്. നിങ്ങളുടെ വാർത്തയെ പിന്തുടർന്ന് നിങ്ങൾ മാത്രം, മാതൃഭൂമി മാത്രം കൊടുത്തൊരു വാർത്തയെ പിന്തുടർന്ന് കുറേ സോഷ്യൽ മീഡിയക്കാർ മന്ത്രിയാണ് അപമാനിക്കുന്നത്. അപ്പം മന്ത്രി അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഈ മന്ത്രിക്ക് ഇതിനകത്ത് പങ്കില്ല. അത് പറയാത്തെന്താ? ഇപ്പോഴത്തെ മന്ത്രിയോട് ചോദിച്ചല്ലോ നിങ്ങൾ. ഇപ്പോഴത്തെ മന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം മന്ത്രിക്ക് ഇതിൽ പങ്കുവരത്തില്ല. ഇപ്പോഴത്തെ മന്ത്രിക്ക് അറിയാം. കാരണം വണ്ടി വാങ്ങുന്നതിൽ പരിവാഹൻ സൈറ്റിലുള്ള അത് പറയണം. പരിവാഹൻ സൈറ്റിൽ നിങ്ങൾ വാർത്തയിൽ എവിടെയെങ്കിലും പരിവാഹൻ സൈറ്റിൽ ഇങ്ങനെ കണ്ടു എന്ന് പറയുന്നുണ്ടോ? അല്ല, ഇത് KSRTCയുടെ രേഖ കണ്ടാൽ മതി. കാരണം KSRTCയിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ KSRTCയാണ് പൈസ കൊടുക്കുന്നത്, മോട്ടോർ വാഹന വകുപ്പല്ല. KSRTC പൈസ കൊടുത്താലും പറഞ്ഞാൽ ഞാൻ KSRTCയുടെ മന്ത്രിയായിരുന്നു. മോട്ടോർ വാഹന വകുപ്പല്ലേ വണ്ടി വാങ്ങിച്ചത്. KSRTCയാണ് വാങ്ങിച്ചത്. KSRTCയുടെ CMDയുടെ ഉത്തരവാദിത്തത്തിൽ KSRTCയാണ് വണ്ടി വാങ്ങിച്ചത്. അതിൽ ക്രമക്കേടുണ്ടോയെന്ന് ചോദിച്ചു.